ഹലോ, ഇന്ന് നമ്മളൊരു ഉഴുന്ന് വടയാണ് കേട്ടോ ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 to 4 മണിക്കൂർ. എന്നിട്ട് നമ്മൾ വെള്ളം കളഞ്ഞിട്ട് വളരെ കട്ടിയായിട്ട് ഇച്ചിരി വെള്ളം മതി കേട്ടോ, ഒരു 2-3 സ്പൂൺ വെള്ളത്തിൽ ഇതുപോലെ കട്ടിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം കേട്ടോ, നമ്മൾ കയ്യിൽ ഒട്ടാണ്ട് നമ്മൾ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയാൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായം ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ വഴറ്റി വെച്ച് സവാള, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കൊത്തി അരിഞ്ഞ കറിവേപ്പില, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു കട്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇനിയും ഒഴിക്കാം കേട്ടോ, അരഭാഗത്തോളം ഒഴിക്കാം. ഞാൻ ഏകദേശം കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു ടൈമിൽ ഒന്നേ ഞാൻ ആക്കുന്നുള്ളൂ. അതുപോലെ ഇനി കൈ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ മാവ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കുക. ഒരു തവി വെച്ചിട്ട് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ടൈമിൽ ഒന്ന് മാത്രമേ ആക്കുന്നുള്ളൂ, അതിനനുസരിച്ച് എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ അതിന് മുകളിലേക്കൊക്കെ എണ്ണയൊന്നാക്കി കൊടുത്തിട്ട് തിരിച്ചിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് അധിക സമയം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു വട റെഡിയാണ്. ഇതേപോലെ ഞാൻ വീണ്ടും മറ്റ് വടകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഈവനിങ് സ്നാക്കാണ്. ഒരു വൈറ്റ് ചട്നി, കോക്കനട്ട് ചട്നി വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്